ഗൈസ്, അങ്ങനെ ഷീൽഡ് റേസിൽ ഇനി 2 ടീമുകൾ മാത്രം അവശേഷിക്കുന്നു. ഇന്ന് മുംബൈ സിറ്റി എഫ് സിയും ഒഡീഷ എഫ് സിയും തമ്മിൽ ഒരു ക്രൂഷ്യൽ മാച്ചായിരുന്നു. ഒഡീഷ എഫ് സിക്ക് ഷീൽഡ് റേസിൽ നിലനിൽക്കണമെങ്കിൽ ഈ ഒരു മത്സരത്തിലെ വിജയം വളരെ അനിവാര്യമായിരുന്നു. കാരണം 39 പോയിൻ്റാണ്. അപ്പോൾ ഈ ഒരു മത്സരം വിജയിച്ചിരുന്നെങ്കിൽ അവർക്ക് 21 മത്സരങ്ങളിൽ 42 പോയിൻ്റ് ആയേനെ. ഇപ്പം മുംബൈ സിറ്റി എഫ് സി 44 പോയിൻ്റുമായിട്ട് നിൽക്കുകയായിരുന്നു. ഏതായാലും ആ ഒരു മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സി വിജയിച്ച് 47 പോയിന്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതായത് ഇനി മുംബൈ സിറ്റി എഫ് സിക്ക് ഒരു കോമ്പറ്റീഷനായിട്ടുള്ളത് മോഹൻ ബഗാൻ മാത്രമാണ് എന്നുള്ളതാണ്. മോഹൻ ബഗാൻ 42 പോയിൻ്റാണുള്ളത്. അവർക്കെന്നാൽ ഇനി 2 മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. മാക്സിമം അവർക്ക് 48 പോയിൻ്റ് വരെ നേടാം. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻ ബഗാൻ മുംബൈ സിറ്റി എഫ് സി തമ്മിലാണ് ലീഗ് ഫേസിലെ ലാസ്റ്റ് മത്സരമായിട്ട് നേരിടാൻ പോകുന്നത്. അപ്പം അത് ഒരു ഡിസൈഡർ തന്നെ ആയിരിക്കും. മോഹൻ ബഗാൻ ഇനി വരാൻ പോകുന്ന മത്സരം പരാജയപ്പെട്ടാൽ പക്ഷേ ആ ഒരു മത്സരത്തിൻ്റെ പ്രസക്തി ഇല്ലാണ്ടാകും. പക്ഷേ ബംഗളൂരു എഫ് സിക്കെതിരെയാണ് പോരാട്ടം. ബംഗളൂരു എഫ് സിയുടെ നില ഇപ്പോൾ അത്ര നല്ലതല്ല. അപ്പം മോഹൻ ബഗാൻ ഒരു വിജയം സ്വന്തമാക്കി കഴിഞ്ഞാൽ അവർക്ക് 45 പോയിൻ്റ് ആകും, മുംബൈക്ക് 47 പോയിൻ്റ് ആകും. അതായത് ഫൈനൽ മത്സരം മോഹൻ ബഗാൻ വിജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സെനാരിയോ വന്നു കഴിഞ്ഞാൽ അവർക്ക് കിരീടം സ്വന്തമാക്കാം. മുംബൈ സിറ്റി എഫ് സി ഒരു ഡ്രോ പോലും നേടിക്കഴിഞ്ഞാൽ അവർക്ക് കിരീടം സ്വന്തമാക്കാം എന്നുള്ള നിലയിലെത്താം. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഒരു 1-1 എന്ന നിലയിൽ നിന്നിരുന്ന മത്സരമാണ്. അതിൽ ഇപ്പോൾ ആദ്യം ജോർജ് ഡയാസ് പെരേര ഗോൾ സ്കോർ ചെയ്തു. ഒരു നല്ല ഗോൾ തന്നെയാണ് സ്കോർ ചെയ്തത്. അതിന് ശേഷം ഒരു പ്യൂബ ലച്ചൻബയുടെ ഒരു മിസ്റ്റേക്കാണ് ഡീഗോ മൊറീഷ്യോ മുതലാകുന്നത്. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നിയത് മുംബൈ സിറ്റി എഫ് സി തന്നെയാണ് ഒരു അറ്റാക്കിംഗ് വൈസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മുന്നിൽ നിന്നത് എന്നുള്ളതാണ്. എന്നാൽ സെക്കൻഡ് ഹാഫ് ചേഞ്ച് ആയി വന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ 2 ടീമുകളും ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ചാങ്തെ ഒരു ഗോൾ സ്കോർ ചെയ്ത് 2-1 എന്ന നിലയിലേക്കാക്കി അവർ ഷീൽഡിലേക്ക് കൂടുതൽ അടുപ്പിച്ചു എന്നുള്ളതാണ്. അതിലും ഒഡീഷ എഫ് സിക്ക് സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല ചാൻസസ് ഒക്കെ വന്നതാണ്. ഏറ്റവും എടുത്ത് പറയേണ്ടതാണ് പുട്ടിയുടെ ആ ഒരു ഷോട്ട്. അത് പോസ്റ്റിൽ ഉരുമ്മി പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ ഒരു മത്സരം ഡ്രോ ആയനെ, മോഹൻ ബഗാനൊക്കെ കുറച്ചും കൂടി സന്തോഷമായനെ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ മത്സരം കുറച്ചും കൂടി ഓപ്പൺ ആകാനും ചിലപ്പോൾ ഒഡീഷ എഫ് സി വീണ്ടും സ്കോർ ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നേനെ. എനിവേ, ഏതായാലും ഈ ഒരു പറഞ്ഞ പോലെ ഒരു ക്രൂഷ്യൽ മാച്ച് തന്നെ ആയിരുന്നു. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഒരു ഷീൽഡ് റേസിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് വരുന്നൊരു സീസൺ ഇതായിട്ട് ആകുമെന്നുള്ളതാണ് തോന്നുന്നത്. മുംബൈ സിറ്റി എഫ് സി തുടർച്ചയായുള്ള 2ാമത്തെ ഷീൽഡും അതുപോലെ തന്നെ 3ാമത്തെ ഷീൽഡ്, അവരുടെ ചരിത്രത്തിലെ 3ാമത്തെ ഷീൽഡ് സ്വന്തമാക്കി ഏറ്റവും കൂടുതൽ ഷീൽഡ് സ്വന്തമാക്കുന്നത് അവർ തന്നെയാണ്. അവർ അതിലൊന്നും കൂടി ആഡ് ചെയ്യുമോ അതോ മോഹൻ ബഗാൻ ആദ്യത്തെ ഷീൽഡ് സ്വന്തമാക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. സോ മച്ച് എക്സൈറ്റ്മെൻറ്റ് തന്നെ നിലനിൽക്കുന്നു. ഇനിയും നാളത്തേക്ക് മത്സരം എക്സൈറ്റിംഗ് ആണ്. കാരണം നോർത്ത് ഈസ്റ്റും ചെന്നൈയൊക്കെ തമ്മിൽ കളിക്കുന്നു. ആ ടോപ്പ് 6 റേസിൽ ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 2 ടീമുകളാണ് അവർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെയൊക്കെ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ഒരു മത്സരത്തെ പറ്റി സംസാരിക്കാനാണ് ഇന്ന് വന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് വരെ കാണിക്കും. ഞാനൊന്ന് നിഷാൻ സൈനിങ് ഓഫ്.